ഹലോ വരുൺ, കേൾക്കാമോ? കേൾക്കാം സാർ. ഓക്കെ, കേൾക്കാമോ? ഓണോ കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രോപ്പർട്ടീസ് ഓഫ് സർഫേസസ് ആൻഡ് സോളിഡ്സ്. സർഫസസിന്റെയും സോളിഡ്സിന്റെയും പ്രോപ്പർട്ടീസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർഫസിന്റെ പ്രോപ്പർട്ടീസ് ആണ് സെൻട്രോയിഡ്, ആൻഡ് സോളിഡിന്റെ പ്രോപ്പർട്ടിയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താന്ന് പറഞ്ഞു, അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ് എന്ന് പറഞ്ഞു. പിന്നെ അത് ഇത് സിമ്പിൾ പ്ലെയിൻസിന്റെ സോറി ഒരു സെക്കൻഡ്. ഓക്കെ, സോ നമ്മൾ ഇത് കുറച്ച് സിമ്പിൾ പ്ലെയിൻസിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. ഇത് ഇപ്പൊ ഇവിടെ നിങ്ങളെ കാണിച്ചേക്കുന്നത് റെക്ടാംഗിൾ ആണ്. ഈ ആദ്യം കാണുന്ന റെക്ടാംഗിൾ ആണ്. സോ ദിസ് ഈസ് ദി
rectangle of length B, breadth D. So this is the center of gravity G. So G എത്രയാണ്? G എന്ന് പറയുന്നത് ഇതിന്റെ പകുതി B/2 ആയിരിക്കും. ഇതെന്തായിരിക്കും? Y bar എന്തായിരിക്കും? This is again D/2. Then ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ B into D. Okay. So here next is the semicircle. Okay, ഇത് ഞാൻ ഇതിൽ അയച്ചു തന്നിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോണം അത്. ഓക്കെ, സോ സെമിസർക്കിൾ. ഓക്കെ, സെമിസർക്കിൾ അതിന്റെ ഏരിയ അറിയാം, πr²/2, and this is the centroid, and this is the centroidal axis xg yg. Okay, so ഈ ഡിസ്റ്റൻസ് r ആണ്. This is 4r/3π. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is 4r/3π. 4r/3π. Then അടുത്ത ഒരു trapezium. So this is the center of gravity, sorry, centroid അല്ലെങ്കിൽ ഇത് centroid ആണ്. centroid plane surface അല്ലേ, centroid. So this is centroid, and this is the centroidal axis xg, and this is yg. Centroidal axis xg and yg. The g is the centroid. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കിക്കോണം. ഞാൻ ഇന്നലെ ആ PDF അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സോ സർക്കിൾ, അതിന്റെ സെൻട്രോയിഡ്, സെക്ടർ, ക്വാർട്ടർ ഓഫ് എ സർക്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഐസോസിലസ് ട്രയാംഗിൾ, പരാബോള, എക്സെട്ര. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് വന്നിട്ട് കോമ്പോസിറ്റ് സെക്ഷൻസ്. കോമ്പോസിറ്റ് സെക്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ സെൻട്രോയിഡ് നമ്മൾ കണ്ടുപിടിക്കും, അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞായിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അങ്ങ് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് ഈ ഓരോന്നിന്റെയും നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കും. എന്നിട്ട് ഫൈനലി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, x bar is equal to a1x1 plus a2x2 plus a3x3 plus etc. divided by a1 plus a2 plus a3 plus etc. y bar is equal to a1y1 plus a2y2 plus a3y3 plus etc. divided by a1 plus a2 plus a3 plus etc. Okay. പിന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ, ഒരു എൽ സെക്ഷൻ, ഇങ്ങനെ ഒരു എൽ സെക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ സെൻട്രോയിഡ് എങ്ങനെ കണ്ടുപിടിക്കും അത് നമ്മൾ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ എൽ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്തതായിരുന്നു സി സെക്ഷൻ. സോറി, ഓക്കെ, സോ എൽ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ ചെയ്തത് സി സെക്ഷൻ ചെയ്തു, ചാനൽ സെക്ഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തത് ഏതായിരുന്നു? ഇസഡ് അല്ലെ? ഈ ഇസഡ് സെക്ഷൻ, ഈ ഇസഡ് സെക്ഷന്റെ സെൻട്രോയിഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ചെയ്യും. ഇനി അടുത്തത് ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏരിയാസ് ഹാവിങ് 2 ആക്സിസ് ഓഫ് സിമട്രി. അതായത് രണ്ട് ആക്സിസിന് സിമട്രി ആയിരിക്കും, രണ്ട് ആക്സിസിന്. ദെൻ അടുത്ത രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏരിയാസ് ഹാവിങ് ഓൺലി 1 ആക്സിസ് ഓഫ് സിമട്രി. 1 ആക്സിസ് ഓഫ് സിമട്രി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എക്സ് ആക്സിസിനായിരിക്കും സിമട്രി, അല്ലെങ്കിൽ വൈ ആക്സിസിനായിരിക്കും സിമട്രി. 2 ഏരിയാസ് ഹാവിങ് 2 ആക്സിസ് ഓഫ് സിമട്രി എന്ന് പറഞ്ഞാൽ രണ്ട് ആക്സിസിനും എന്തായിരിക്കും? സിമട്രി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഒരു സെക്കൻഡ്, ഓക്കെ, അതായത് 2 ആക്സിസ് ഓഫ് സിമട്രി ആണെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത് വിൽ ബി അറ്റ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദി 2 ആക്സിസ് ഓഫ് ദ സിമട്രി. അപ്പൊ അവിടെ നമുക്ക് നോ കാൽക്കുലേഷൻ ഈസ് റിക്വയർഡ് ടു ലൊക്കേറ്റ് ദി സെൻട്രോയിഡ്. ഏത് കേസിലാണ്? ഏരിയാസ് ഹാവിങ് 2 ആക്സിസ് ഓഫ് സിമട്രി. അതാണ് ദിസ് ഈസ് ഷോൺ ഇൻ ഫിഗർ 6.13. ഓക്കെ, 6.13 എന്ന് പറയുന്ന ഫിഗർ ഇതാണ്. ഓക്കെ, 6.13 ഇവിടെ കണ്ടോ? ഇവിടെ രണ്ട് ആക്സിസിന് എന്താണ്? ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഈ സർക്കിൾ നോക്കി. ഈ സർക്കിളിന്റെ പ്രത്യേകത എന്താണ്? സർക്കിളിന്റെ പ്രത്യേകത
രണ്ട് ആക്സിസിനും എന്താണ്, രണ്ട് ആക്സിസിനും സിമ്മട്രിയാണ്. സിമിലർലി ഇത് നോക്കി, ഇതിനും എന്താണ്, രണ്ട് ആക്സിസിനും സിമ്മട്രിയാണ്. ഇനി ഈ ഐ സെക്ഷൻ നോക്കി, ഇതൊരു ഐ സെക്ഷൻ ആണ്. ഐ സെക്ഷൻ, ഈ ഐ സെക്ഷന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ ഇവിടുത്തെ ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും എന്താണ്, സിമ്മട്രിയാണ്. ഓക്കെ, അപ്പൊ അതാണ് സോറി ഓക്കെ സോ അതാണ് ഏരിയാസ് ഹാവിംഗ് ടു ആക്സിസ് ഓഫ് സിമ്മട്രി എന്ന് പറയുന്നത്. ടു ആക്സിസ് ഓഫ് സിമ്മട്രി, രണ്ട് ആക്സിസിനും സിമ്മട്രി ആയിരിക്കും. സെൻട്രോയിഡ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ഇന്റർസെക്ഷൻ ആയിരിക്കും. ഇന്റർസെക്ഷൻ ഓഫ് ദി ടു ആക്സിസ് ആയിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് കാൽക്കുലേഷൻസിന്റെ ഒന്നും ആവശ്യം ഇല്ല. എക്സാമ്പിൾസ് ആണ് ഇപ്പൊ കാണിച്ചത്. എന്താണ്? സർക്കുലർ ലാമിന, റെക്ടാംഗുലർ ലാമിന, ഐ സെക്ഷൻ എക്സെട്ര. അത് ബോത്ത് എക്സ് ആൻഡ് വൈ റെഫറൻസ് ആക്സിസിന് എന്താണ്, സിമ്മട്രിക് ആണ്. സോ അതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ആ ആക്സിസിന്റെ ഇന്റർസെക്ഷനിലായിരിക്കും. ആ രണ്ട് ആക്സിസിന്റെ ഇന്റർസെക്ഷനിലായിരിക്കും എന്ത് വരുന്നത്? സെൻട്രോയിഡ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു ആക്സിസിനാണ് സിമ്മട്രി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇപ്പൊ ഈ സർക്കുലർ ലാമിനക്കകത്തില് ഓക്കെ ഇതിനും എന്താണ്, ഇതിനും സിമ്മട്രിയാണ്. ഓക്കെ, അപ്പൊ ഇതിനും സിമ്മട്രിയാണ്. അതേസമയം ഇത് നോക്കിയാൽ എന്താണ്, രണ്ട് ആക്സിസിനും സിമ്മട്രിയാണ്. അതുപോലെ ഈ ഐ സെക്ഷൻ നോക്കിയാലും രണ്ട് ആക്സിസിനും എന്താണ്, സിമ്മട്രിയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ആക്സിസിന് ഇവിടുന്ന് ഇങ്ങോട്ട് സിമ്മട്രിയാണ്. ഈ വൈന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും എന്താണ്, സിമ്മട്രിയാണ്. മനസ്സിലായോ? ഇവിടെ ഈ എക്സിന് മേളിലോട്ടും താഴോട്ടും സിമ്മട്രിയാണ്. ഈ വൈക്ക് ഇപ്പുറത്തും അപ്പുറത്തും സിമ്മട്രിയാണ്. അതുപോലെ റെക്ടാംഗിൾ വരുമ്പോഴത്തേക്ക് എന്തായി? റെക്ടാംഗിൾ വരുമ്പോഴത്തേക്ക് ഈ എക്സിന് അബൌട്ടായിട്ട് മേളിലും താഴെയും സിമ്മട്രിയാണ്. ഈ വൈക്ക് അബൌട്ടായിട്ട് ലെഫ്റ്റിലും റൈറ്റിലും എന്താണ്, സിമ്മട്രിയാണ്. സിമിലർലി സർക്കിൾ വരുമ്പോഴത്തേക്ക് ഈ എക്സിന് അബൌട്ട് സിമ്മട്രിയാണ്, അതുപോലെ വൈക്ക് അബൌട്ടും സിമ്മട്രിയാണ്. പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്താ? ഇവിടെ ഈ ടി സെക്ഷൻ, ഇപ്പൊ ഒരു ടി സെക്ഷൻ കാണാം നിങ്ങൾക്ക്, ടി സെക്ഷൻ. അപ്പൊ ഈ ടി സെക്ഷന്റെ പ്രത്യേകത എന്താണ്? ഈ ടി സെക്ഷന്റെ പ്രത്യേകത ഒരു ആക്സിസിന് മാത്രമേ ഉള്ളൂ എന്ത്, സിമ്മട്രി എന്ന് പറയുന്നത്. രണ്ട് ആക്സിസിന് ഇല്ല. ഓക്കെ, സിമിലർലി ഈ ഒരു സി സെക്ഷൻ നോക്കിയാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്സിസിന് അബൌട്ടായിട്ട് മാത്രമേ എന്തുള്ളൂ, സിമ്മട്രി ഉള്ളൂ. ഓക്കെ, ഈ എക്സ് ജി എന്ന് പറയുന്ന ഈ ആക്സിസിന് അബൌട്ടായിട്ട് മാത്രമേ സിമ്മട്രി ഉള്ളൂ. വേറെ ഈ ടി സെക്ഷന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഈ വൈ ജിക്ക് അബൌട്ടായിട്ട് മാത്രമേ എന്തുള്ളൂ, സിമ്മട്രി ഉള്ളൂ. അപ്പൊ ഇതാണ്, ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ട് ആക്സിസ് സിമ്മട്രി അല്ലെങ്കിൽ ഒരു ആക്സിസ് സിമ്മട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ, അതായത് ഇങ്ങനെയുള്ള കേസിൽ എന്ന് പറഞ്ഞ ഇത്, അതായത് ഈ കേസിൽ, ഇങ്ങനെയുള്ള കേസിന്റെ പ്രത്യേകത എന്താണ്? ഓൺലി വൺ ആക്സിസ് ഓഫ് സിമ്മട്രി. അപ്പൊ അങ്ങനെയുള്ള കേസിൽ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻട്രോയിഡ് വിൽ ബി ഓൺ ദി ലൈൻ ഓഫ് ദ സിമ്മട്രി. അതായത് ഈ സിമ്മട്രി ലൈനിലായിരിക്കും എന്ത് വരുന്നത്, സെൻട്രോയിഡ് വരുന്നത്. സെൻട്രോയിഡ് വിൽ ബി ഓൺ ദി ലൈൻ ഓഫ് ദ സിമ്മട്രി. അവിടെ ഓർക്കേണ്ട കാര്യം, ഇഫ് ദ ഏരിയ ഹാസ് വൈ ആക്സിസ് ഓഫ് സിമ്മട്രി, അതായത് വൈ ആക്സിസിനാണ് സിമ്മട്രി എങ്കിൽ, വൈ ആക്സിസിന് അബൌട്ടായിട്ടാണ് സിമ്മട്രി എങ്കിൽ നമ്മൾ ഈ കാര്യം ഓർത്തിരിക്കുക. വൈ ആക്സിസിന് അബൌട്ടായിട്ടാണ് സിമ്മട്രി എങ്കിൽ ഓക്കെ, എക്സ് ബാർ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മൾ വൈ ബാർ നമ്മൾ കണ്ടുപിടിക്കണം എത്ര. ഓക്കെ, അബൌട്ട് വൈ ആക്സിസ് ആണെങ്കിൽ. സിമിലർലി എക്സ് ആക്സിസിന് അബൌട്ടായിട്ടാണ് സിമ്മട്രി എങ്കിൽ, ഇതിപ്പോ ഇതേപോലെ തന്നെ എക്സ് ആക്സിസിന്റെ അബൌട്ടായിട്ടാണ് സിമ്മട്രി എങ്കിൽ വൈ ബാർ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് ബാർ എത്ര എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർത്തിരിക്കാനുള്ള വൈ ആക്സിസിന്റെ അബൌട്ടായിട്ടാണ് സിമ്മട്രി എങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് വൈ ബാർ. എക്സ് ആക്സിസിന്റെ അബൌട്ടായിട്ടാണ് സിമ്മട്രി എങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി എക്സ് ബാർ. ഓക്കെ, ഓക്കെ, അപ്പൊ അത് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. വൈ ബാർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ത് വരുന്നത്? A1 y1 plus A2 y2 plus A3 y3 plus etc. divided by A1 plus A2 plus A3 plus etc. എക്സ് ബാർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? A1 x1 plus A2 x2 plus A3 x3 divided by A1 plus A2 plus A3 plus etc. Okay, then
ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ടി സെക്ഷന്റെ പ്രോബ്ലം ചെയ്യാം. ഇപ്പൊ ടി സെക്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോ ഇവിടെ, ഓ സോറി, ഓക്കെ, ടി സെക്ഷന്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ദിസ് ഈസ് ദ ടി സെക്ഷൻ. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ടി സെക്ഷൻ. ഓക്കെ, സോ ഈ ടി സെക്ഷനിൽ ദിസ് ഈസ് ദ വൈ, ദിസ് ഈസ് ദ വൈ ജി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ആക്സിസിലാണ് സിമ്മട്രി എങ്കിൽ സെൻട്രോയിഡ് എവിടെ ആയിരിക്കും വരുന്നത്? സെൻട്രോയിഡ് വിൽ ബി ഓൺ ദി ലൈൻ ഓഫ് ദ സിമ്മട്രി, അതായത് ഈ സിമ്മട്രി ലൈനിലായിരിക്കും സെൻട്രോയിഡ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഈ വൈക്ക് അബൌട്ട് ആയിട്ടാണ് എന്ത് സിമ്മട്രി. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വൈക്ക് അബൌട്ട് ആയിട്ടാണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് വൈ ബാർ. യു ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ ബാർ. അപ്പൊ എക്സ് ബാറിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത പ്രോബ്ലം ചെയ്യാൻ പോവാണ്. പ്രോബ്ലം നമ്പർ, നിങ്ങളുടെ കയ്യിൽ ആ PDF ഉണ്ടായിരിക്കും, ഞാൻ അയച്ചു തന്നത്, ഉണ്ടെങ്കിൽ എടുത്തേ. ഈ പ്രോബ്ലം 6.4 എടുത്തേ, എടുത്തോ അടോണ? ഓക്കെ, സോ 6.4 എന്ന് പറയുന്നത് ഇതാണ്. ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദി ടി സെക്ഷൻ. ടി സെക്ഷന്റെ സെൻട്രോയിഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതാണ് നമ്മുടെ ടി സെക്ഷൻ. ഓക്കെ, അപ്പൊ ടി സെക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മളിപ്പോ പറഞ്ഞു. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ടി സെക്ഷൻ? ടി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് സിമ്മട്രിക്കലാണ്. വൈ ആക്സിസിന് അബൌട്ട് ആയിട്ട് സിമ്മട്രിക്കലാണ്. അപ്പൊ നമ്മൾ വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് സിമ്മട്രിക്കൽ എങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് വൈ ബാർ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ ബാർ? അതേസമയം എക്സ് ബാറിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് ബാർ ഇസ് ഈക്വൽ ടു 0. എക്സ് ബാർ 0 ആവാൻ കാരണം എന്താണ്? ബിക്കോസ് സെൻട്രോയിഡ്, ഈ സെൻട്രോയിഡ് എവിടെ വരുന്നത്? സെൻട്രോയിഡ് ആ സിമ്മട്രിക്കൽ ആക്സിസിലാണ് വരുന്നത്. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 0. യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ ബാർ. വൈ ബാറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്സ്. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത്, രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത്, ഞാൻ അയച്ച PDF ഉണ്ടെങ്കിൽ എടുത്തോ, നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ദി so this is the section 1. So this is my section 1 and this is my section 2. Okay, so this is section 1 and this is section 2. Okay, then you have to find the value of, so what is the value of A1? Then what is the value of Y1? Then similarly, what is the value of A2 and what is the value of Y2? What is the value of A1? A1 എത്രയാണ്? 50 എത്രയാണ്? 100 by 25. So that is equal to 2500. Okay, then what is the value of Y1? 137.5. Y1 എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്മുടെ 62.5 plus 62.5, അതപ്പോ എത്ര വരും? 125 അല്ലെ? 125 plus 25/2 plus 25/2. So that is equal to 137.5 mm. അപ്പൊ ഇതിന്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുന്ന എങ്ങനെ? G is equal to x എന്ന് പറയുന്നത് 0 ആയിരിക്കും. x, okay, x 0, y യുടെ വാല്യൂ എത്രയാണ്? 137.5. സിമിലർലി A2 എടുത്തേ. A2 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 125 into എത്രയാണ്? 25.
that is equal to 3125 mm square. Then what is the value of y2? Y2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് total 125 ആണ്. So 125 divided by 2, that is equal to 62.5 mm. So the coordinates of the centroid G2. So this is G1, ആദ്യത്തെ സെക്ഷന്റെ centroid. G2 is the centroid of the second section, that is 0,62.5. Okay, അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ ലാമിനയുടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ലാമിനയുടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ടി സെക്ഷൻ ആണ്. ടി സെക്ഷൻ മീൻസ് സിമെട്രിക്കൽ അബൌട്ട് y ആക്സിസ്. Symmetrical about y axis ആകുമ്പോൾ you have to find the value of y bar. Then what is the value of x bar? X bar is equal to 0. So y bar ന്റെ equation എന്താണ്? a1 y1 plus a2 y2 രണ്ടെണ്ണേ ഉള്ളൂ, divided by a1 plus a2. That is equal to എത്ര വരും എന്ന് പറയാം? 95.83. Yeah, 95.83. So this is the y bar. അപ്പൊ നമ്മുടെ ഈ ടി സെക്ഷന്റെ സെൻട്രോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് G, ഓക്കെ, 0,95.83. 0.95.83. ഓക്കെ, സോ അത് വരയ്ക്കണം, നിങ്ങൾ റെപ്രസെന്റ് ചെയ്യണം. അതായത് സെൻട്രോയിഡൽ. So this is the T section. This is the T section, and idana nammade symmetrical about y axis. Okay, so this is the yg. Okay, so this is idilarikkum nammade centroid varuna centroid. This is g and x bar 0 aana. So what about y bar? Y bar is equal to 95.83. 95.83. Clear aano itra? വരുൺ ചെയ്യാൻ പറ്റിയോ? ജൂഡിത്ത കിട്ടിയോ? ഓക്കെ, അടുത്തത്. ഓക്കെ, സോ ഇതിന്റെ അടുത്തത് ഈ ചാനൽ സെക്ഷൻ ആണ്. ദിസ് ഈസ് ചാനൽ സെക്ഷൻ. അല്ലെങ്കിൽ സി സെക്ഷൻ എന്ന് പറയും. അപ്പൊ ഈ ചാനൽ സെക്ഷന്റെ പ്രത്യേകത എന്താ? ചാനൽ സെക്ഷന്റെ പ്രത്യേകത ദിസ് ഈസ് സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ്. ഓക്കെ, അപ്പൊ സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആകുമ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ബാർ. ഓക്കെ, യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ബാർ. ദാറ്റ് മീൻസ് y bar is equal to 0. എക്സ് ആക്സിസിന്റെ അബൌട്ട് സിമെട്രിക് ആകുമ്പോഴത്തേക്ക് യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ബാർ. y bar is equal to 0. ഓക്കെ, അപ്പൊ അഗൈൻ എക്സ് ബാർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ബാർ കണ്ടുപിടിക്കുന്നത് ഇവിടെ 3 സെക്ഷൻ ഉണ്ട്. 3 സെക്ഷൻ വരുമ്പോൾ a1 x1 plus a2 x2 plus a3 x3 divided by a1 plus a2 plus a3. But this is the equation of x bar. So you have to find the value of a1, a2 and a3. Also you have to find the value of x1, x2 and x3. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ആദ്യം നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഇതിനെ. ഓക്കെ, അപ്പൊ ഞാൻ ഈ സെക്ഷനെ ഡിവൈഡ് ചെയ്തു. സോ ദിസ് ഈസ് ഓക്കെ, സോ ദിസ് ഈസ് സെക്ഷൻ 1. So this is section 1. This is section 1. Then this is section 2. This is section 2. And this is section 3. And this is section 3. So this is section 1, this is section 2, and this is section 3. Okay, so you have to find the value. What is the value of a1? What is the value of a2? What is the value of a3? പറയാമോ? a1, a2, a3 എത്രയാണ്?
പറയാം എത്രയാണ്? ഹലോ അടോണോ? sir. എത്രയാ? A180. A180, A2? A380. A380. A2? I don't know, sir. 88. 88? ഓക്കെ ശരി. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ. 80, 88, 80. ഓക്കെ, നോക്കട്ടെ. Yes, correct. Okay. So A1, A2, A3. So A1 is 80, correct ആണ്. A1 is 80. A2 is 88, correct ആണ്. Then A3 is 80. So 80, 88, 80. Okay. Then you have to find the value of X1, X2, X3. എത്രയാണ്? X1, X2, X3. എത്ര? X1 എത്ര? 10. 10. Then X2? 2. 2. Okay. X3? 10. 10. Okay. അപ്പൊ എല്ലാം കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. X bar is equal to A1 X1 plus A2 X2 plus A3 X3 divided by A1 plus A2 plus A3. So എത്ര കിട്ടി വാല്യൂ? 7.16. Yeah, 7.16 mm. Okay. So the centroid, okay, locate here. Centroid is equal to centroid. So here this is symmetric about either axis or the x axis. Symmetric about x axis. So y bar is equal to 0. So g is equal to x bar, that is 7.16. X bar comma 7.16 comma 0. So here y bar is equal to 0. So this is the coordinate of centroid. G is G 7.16 and 0. Then next is the figure varakanam. Okay, wait. So you have to draw the figure. Okay, so locate the centroid. So this is the centroid. Okay, so this is the centroid. So this distance is, so idana nammada reference axis o y. About the this is 7.16. Okay, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഹിയർ ലൊക്കേറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദി ഏരിയ വിത്ത് റെസ്പെക്ട് ടു ദി ആക്സിസ്. അപ്പൊ ഇവിടെ ഒരു സെമി സർക്കിൾ ഉണ്ട്, പിന്നെ എന്താണ്, ഇവിടെ ഒരു റെക്ടാംഗിൾ ഉണ്ട്, പിന്നെ ഒരു ട്രയാംഗിൾ ഉണ്ട്. 3 സെക്ഷൻസ്. അപ്പൊ നമ്മൾ ഇതിനെ 3ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ ഒരു സെമി സർക്കിൾ ഉണ്ട്, ദെൻ ഒരു റെക്ടാംഗിൾ ഉണ്ട്, ദെൻ ഒരു ട്രയാംഗിൾ ഉണ്ട്. അപ്പൊ നമ്മൾ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. So this is section 1, this is section 2, and this is section 3. First you have to find the value of, ആദ്യം നമ്മൾ ആ സെമി സർക്കിൾ എടുക്കുക. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ ആണ്. സെമി സർക്കിൾ. So you have to find what is the area of the semicircle A1, then what is the value of x1, then what is the value of y1. Similarly രണ്ടാമത്തെ എടുക്കുക, rectangle. Okay, rectangle എടുക്കുക. You have to find what is the value of A2, what is the value of x2, what is the value of y2.
Then finally triangle എടുക്കുക. Triangle എടുത്തിട്ട് what is the value of A3, then what is the value of X3 and what is the value of Y3. Okay, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ആദ്യം ഒരു സെമി സർക്കിളിന്റെ സിമ്പിൾ ഷേപ്സിന്റെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആദ്യത്തെ പേജില് സിമ്പിൾ ഷേപ്സ്, ഇവിടെ സെമി സർക്കിൾ ഇതാ ഇവിടെ ഓർമ്മയുണ്ടായിരിക്കും. കണ്ടല്ലോ. സോ ദിസ് ഈസ് ദ സെമി സർക്കിൾ. ആ പേജ് ഒന്ന് എടുത്ത് നോക്കി എല്ലാരും, ഞാൻ അയച്ചത്. അതേപോലെ ട്രയാങ്കിൾ. സോ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ. ഓക്കെ, ശരി. ഇനി നമ്മുടെ പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ സെമി സർക്കിൾ. ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിച്ചു. ഓക്കെ, okay, so this is my semicircle. This is my semicircle, and this is the centroid, and this is the distance r, and e distance etrayirunno? This distance is 4r by 3 pi. 4r by 3 pi. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമ്മുടെ സെമി സർക്കിൾ ഇതാണ്, കണ്ടല്ലോ. ദിസ് ഇസ് മൈ സെമി സർക്കിൾ. സോ ഇതാണ് നമ്മുടെ സെമി സർക്കിൾ. ദിസ് ഇസ് മൈ സെമി സർക്കിൾ. ഓക്കെ, സോ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ. വാട്ട് ഈസ് ദ ഏരിയ? ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? പൈ ആർ സ്ക്വയർ ബൈ 2. ശരിയല്ലേ? Area is pi r square by 2. What is pi into what is r? R etrana? R is equal to 2. Radius 2 ആണ്. Okay, so that is 2 square divided by 2. So either ഒരു value that is equal to 6.28 something meter square. Okay. Then what is ഇതിന്റെ centroid? So this is G. Okay, so this is G. And what about this distance? This distance is r. Okay, and what about this distance? This distance is equal to 4r by 3 pi. This distance is equal to 4r by 3 pi. So appo namukku endu kittum? Namukku what is the value of x? X ന്റെ വാല്യൂ എത്രയാണ്? x എന്ന് പറഞ്ഞാൽ x1. x1 എന്ന് പറഞ്ഞാൽ ഇതാ ഇത് എത്രയാണ്? 4r by 3 pi. That is equal to 4 into r എത്രയാണ്? 2. 4 into 2 by 3 pi. So that is equal to 0.849 meter എന്ന് പറഞ്ഞിട്ട്. Then what about this y1? What is the value of y1? y1 is equal to r ആണ്. y1 is equal to r. What is the value of r? Radius എത്രയാണ്? Radius 2 ആണ്. Okay, so y1 is equal to 2. അപ്പൊ ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ സെൻട്രോയിഡ് G1,
എത്രയാണ് 0.841, 0.849, then മൈനസ് ആണ്. മൈനസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ടാണ്, മൈനസ് ലെഫ്റ്റിലോട്ട്. സോ മൈനസ് 0.849, 2. Okay, so that is the centroid of this semicircle. Then okay, so ഇവിടെ ആ പിക്ചർ നിങ്ങളുടെ എല്ലാ PDF ഡോക്യുമെന്റ് ഉണ്ടല്ലോ, നോക്കിയാൽ കാണാം. Okay, so this is my y axis, this is my y axis, and this is my x axis. Okay, ഇനി അടുത്ത രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ എടുക്കുമ്പോൾ എന്തോ, സോ ദിസ് ഇസ് മൈ റെക്ടാംഗിൾ, this is my rectangle, ഇത് 6 ആണ്, പിന്നെ ഇത് 6, പിന്നെ ഇത് എത്രയാണ്, this is 4, this is 4. അപ്പോൾ so what is the value of a2 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. Then what is x2, then what is y2. So a2 is equal to 6 into 4. Okay, so that is equal to 24 കിട്ടും. Then what is x2, ന്റെ വാല്യൂ എത്ര വരും, x2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 3 plus 3 6, so 6/2, that is equal to 3. What is y2, is 4/2, 4/2, that is equal to 2. Okay, അപ്പോൾ അതും കിട്ടി. സോ ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, G3,2, G3,2. ഓക്കെ, ദെൻ അടുത്തത് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. So this is my right angle triangle. So this is my right angle triangle. Okay. അപ്പോൾ ഇതിന്റെ ഏരിയ എന്തായിരിക്കും, ഏരിയ അറിയാമല്ലോ. വാട്ട് ഈസ് A3 എന്ന ഹാഫ് BH, ശരിയല്ലേ, ഹാഫ് BH. So that is the area of this half BH. So what is the value of B എത്രയാണ്, B എന്ന് പറഞ്ഞാൽ 3 ആണ്, this is 3. ഇവിടെ 2 plus 1, 3. Then height എത്രയാണ്, height is equal to 4 ആണ്, height is equal to 4. So A3 is equal to 1/2 into 3 into 4 എന്ന് പറഞ്ഞിട്ട്, 1/2 into 3 into 4. Okay, then you have to locate the centroid G. So what is the value of x3 and what is the value of y3? What is the value of x3, what is the value of y3? So x3 യുടെ വാല്യൂ എന്ത് വരും, x3 എന്ത് വരും പറയാം, x3 y3 പറയാമോ, അടോണോ? പറയാമോ, അടോണോ? ഹലോ, കേക്കാമോ? ജൂഡിത്ത് പറയാമോ, x3 is 7. Okay, x3 is 7, then y3 1.3. അതങ്ങനെ കിട്ടി 1.3. Triangle അല്ലേ സർ, ട്രയാങ്കിൾ അത് തന്നെ, 4/3, അതായത് h/3 അല്ലേ, 3. കറക്റ്റ്, അത് തന്നെ. അതായത് ട്രയാങ്കിളിന്റെ നമ്മൾ y എന്ന് പറയുന്നത് h/3 ആയിരിക്കും, h/3. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3. h 4 ആണ്, സോ 4/3, so that is equal to 1.33. Okay, so that is equal to 1.33. Then you have to find the centroid of the this section. നമ്മുടെ പഴയ ഇക്വേഷൻ എന്താണ്, നമ്മുടെ പഴയ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x bar is equal to പഴയ ഇക്വേഷൻ x bar is equal to a1 x1 plus a2 x2 plus a3 x3 divided by a1 plus a2 plus a3. Similarly, y bar is equal to a1 y1 plus a2 y2 plus a3 y3 plus y3 divided by a1 plus a2 plus a3. Okay, so you will get x bar and y bar. So the centroid of this section is equal to G 2.995, 1.89.
ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ ഈ പ്രോബ്ലം. Sir, x3 അങ്ങനെ എടുത്തേക്കുന്നത്. ഏതാ x3 x3? നമ്മൾ ഇവിടുന്ന് നമ്മുടെ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ആക്സിസ് ട്രയാങ്കിളിന്റെ മാത്രമല്ലേ എടുക്കുന്നുള്ളൂ, അപ്പൊ 6 എങ്ങനെയാ വരുന്നത്? ഏതാണ്? ട്രയാങ്കിളിന്റെ മാത്രമല്ലേ എടുക്കുന്നുള്ളൂ, 6 എവിടുന്നാ വന്നത്? നമ്മുടെ ഈ റെഫറൻസ് ആക്സിസ് അല്ലേ, നമ്മുടെ y ആക്സിസ്. ഈ y കണ്ടോ? ഇവിടുന്ന് കണ്ടോ? അതായത് ഈ ആക്സിസ് ഇല്ല, ഈ y എന്ന് പറഞ്ഞ ഈ ആക്സിസ് ഇല്ല, ഈ ആക്സിസ് ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്? 3 + 3 6. 6 പ്ലസ് ബാക്കിയാണ് എത്രയാണ്? ബ്രെഡ്ത്ത് ബൈ 3. അത് തന്നെ. അതായത് ഞാൻ അയച്ച PDF ഇല്ലേ, ഞാൻ അയച്ച PDF ഉണ്ടല്ലോ, ആ PDF-ൽ ആദ്യത്തെ ഒരു രണ്ടാമത്തെ പേജിലാണെന്ന് തോന്നുന്നു, എല്ലാ സിമ്പിൾ ഷേപ്സിന്റെ കൊടുത്തേക്കുന്നുണ്ടോ? അപ്പൊ അതിൽ ട്രയാങ്കിളിന്റെ കൊടുത്തേക്കുന്നുണ്ടോ? ട്രയാങ്കിളിന്റെ b/3 എന്നും h/3 എന്നും കൊടുത്തേക്കുന്നുണ്ടോ? അപ്പൊ x3 എന്ന് പറയുമ്പം, സോ x3 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 3 + 3 6 പ്ലസ് ബാക്കി ട്രയാങ്കിളിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു b/3. അതായത് 6 + b/3 എന്ന് പറഞ്ഞു വരും. സോ x3 is equal to 6 + b/3. മനസ്സിലായോ? ഓക്കെ, ഇത്രേ ഉള്ളൂ. ശരി, അപ്പൊ നിങ്ങൾ ബാക്കി ചെയ്ത് നോക്കാം. ബാക്കി അടുത്ത ക്ലാസ് നാളെ എടുക്കാം. നാളെ പരീക്ഷ നിങ്ങൾക്ക്? ഇല്ല, നാളെ തുടങ്ങുക എക്സാം, വേറെ എക്സാം. ഓക്കെ, ശരി. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എടുക്കാം, നാളെ എടുക്കാമേ കേട്ടോ. സെയിം ടൈം ആണോ സർ? സെയിം ടൈം. ഓക്കെ, ശരി. ഓക്കെ, വരണേ. ഓക്കെ കേട്ടോ ജൂഡിത്ത്. ഓക്കെ.